മീര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അവധി ദിവസമാണ്. രാവിലെ എണീറ്റ് ഞാൻ വിചാരിച്ചു ഇന്ന് അവധിയല്ലേ, അപ്പോൾ അവരൊക്കെ കിടന്നുറങ്ങുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് ഒന്ന് പോയിട്ട് വന്നിട്ട് ബാക്കി ജോലികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. പോകുന്നതിന് മുമ്പ് ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടാണേ പോയത്. വന്നിട്ട് വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷം ഞാൻ കിച്ചണിലോട്ട് കയറി. എല്ലാവരും നല്ല ഉറക്കമാണ്. എന്നും രാവിലെയൊക്കെ എണീറ്റിട്ട് അവർ പോകുന്നതല്ലേ പഠിക്കാനൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കിടന്നുറങ്ങട്ടെ. ഇന്നിവിടെ പുട്ടാണേ, ഗോതമ്പ് പുട്ടുമുണ്ട് അരിപ്പുട്ടുമുണ്ട്. ഇവിടെ മക്കൾക്ക് ഗോതമ്പ് പുട്ടിനോട് താല്പര്യമില്ല. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അരിപ്പുട്ട് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരവാനുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ തേങ്ങയും ചിരകി ചായയും കുടിച്ച് അങ്ങനെ. അപ്പോൾ തന്നെ സമയം ഒരു 8:30 കഴിഞ്ഞ്. സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം താമസിച്ചാണ് ചെയ്തത്. പിന്നെ ഇതിനിടെ ഞാൻ മീൻ വയ്ക്കുന്ന ഒരു രീതിയും കൂടെ ഇതിനകത്ത് ഇടുന്നുണ്ട്. എന്നും രാവിലെ വർക്കിംഗ് ഡേ ആണെങ്കിൽ എന്നും രാവിലെ അവർ രാവിലെ 7 മണിക്കൊക്കെ മക്കൾക്ക്, ഒരാൾക്ക് 7 മണിക്ക് ബസ് വരും, മൂത്താൾക്ക് 8 മണിക്ക് ബസ് വരും. അപ്പോൾ എല്ലാവരും രാവിലെയൊക്കെ എണീറ്റ് ആ ഒരു തിരക്കൊക്കെ ആയിരിക്കും. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും പതുക്കെ എണീക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കാപ്പിയെല്ലാം ഉണ്ടാക്കിയിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഗോതമ്പ് പുട്ടുണ്ടാക്കി, മക്കൾക്ക് വേണ്ടിയിട്ട് പിന്നീട് അരിപ്പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അരിപ്പുട്ടിൻ്റെ കൂടെ പപ്പടം വറുത്തായിരുന്നു, ചെറുപയറുണ്ടല്ലോ അതും കൂടെ പുഴുങ്ങിയായിരുന്നേ. അതും കൂടെ പുഴുങ്ങി, പയറും പുഴുങ്ങി പപ്പടവും ഒക്കെ വറുത്തിട്ട് ഞാൻ അവരെയൊക്കെ വിളിച്ചുണർത്തി. അവർ രാവിലെ ഫ്രഷായി വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോയതിന് ശേഷം ഞാനും കൂടി കഴിക്കായിരുന്നു. കഴിച്ചതിന് ശേഷം ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിൻ്റെ കാര്യങ്ങളിലോട്ട് തിരിയാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ പിന്നെ എനിക്ക് മാത്രം ഞാൻ കട്ടൻ ചായ ഇട്ടായിരുന്നേ. അവർ കഴിക്കത്തില്ല, അവർ കുടിക്കത്തില്ല. കുടിക്കാത്തതല്ല, കുടിക്കും കട്ടൻ ചായ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അവർക്ക് നിർബന്ധമല്ല, അവർ ചൂടുവെള്ളം കുടിച്ചോളും. എനിക്ക് പുട്ടായതുകൊണ്ട് ഞാൻ കട്ടൻ ചായ ഇട്ടായിരുന്നു. ഇന്നലെ തന്നെ മീനൊക്കെ വാങ്ങി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് മരിച്ചിനിയുണ്ട്, അതും കൂടെ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നാളായി കഴിച്ചിട്ട്. അപ്പോൾ ഞാനത് കഴുകി വൃത്തിയാക്കിയിട്ട് വേവിക്കാൻ വേണ്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറി വയ്ക്കാം. അപ്പം ഞാനൊരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 സ്പൂണ് ഉലുവ ഒന്നിട്ട് ഒന്ന് ചൂടായതിന് ശേഷം ഒരു 5-6 ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടെ ഇട്ടൊന്ന് നല്ല മൂപ്പിച്ചെടുത്തിട്ട് ആണ് മുളക് പൊടി മല്ലിപ്പൊടി ഇടുന്നത്. നിങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെയാണോ വയ്ക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെയും വയ്ക്കും, അല്ലാതെ പച്ച അരച്ചും വയ്ക്കും. ഞാനിവിടെ 1.25 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇവിടെ എരി കുറച്ച് മതി. പോരാത്തതിന് പച്ചമുളകും കൂടെ കീറിയിടും. അതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. കാശ്മീരി മുളകൊന്നുമല്ല, സാധാ മുളകാണേ. ഇതൊന്ന് മൂത്ത് വരപ്പോഴത്തേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും. അതും കൂടി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് കളറ് മാറി വരുന്നത് വരെ നമുക്കിനി ഒന്ന് വറുത്തെടുക്കാവേ. എടുത്തിട്ട് ഇത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ ഓരോരുത്തരുടെ അളവിനനുസരിച്ച്. ഇന്നിപ്പോൾ എനിക്ക് വേറെ കറിയൊന്നുമില്ല, മരിച്ചിനി മീനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇച്ചിരി തേങ്ങ കൂടുതൽ ഇട്ടിട്ടുണ്ട്. കാരണം മരിച്ചിനി പിന്നെ എന്തായാലും മീൻ കറി വേണമല്ലോ. വേറെ മരിച്ചിനി ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും ഇവിടെ ഉണ്ടാക്കത്തില്ലേ. അപ്പം അതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. ഇവിടെ ഉച്ചക്കത്തേക്ക് മാത്രം മതിയേ മീൻ കറി. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. രാത്രി എല്ലാവരും കാപ്പിയാണ്, ചപ്പാത്തി കഴിക്കുന്നവരുണ്ട്. ചിലപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ
മാവ് വല്ലതും ഉണ്ടെങ്കിൽ അതുണ്ടാക്കി കൊടുക്കും. അങ്ങനെ ചോറാരും കഴിക്കത്തില്ല. ആവശ്യത്തിന് ഉപ്പിട്ട് പിന്നെ ഞാനിവിടെ പച്ചമുളകും തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നേരത്തെ തന്നെ ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ അരിക്കുന്നതിന് മുമ്പ്. അപ്പം അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്കും മരിച്ചിനിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിനകത്തോട്ട് കൂട്ടിട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ജീരകവും കറിവേപ്പിലയും ഇച്ചിരി തേങ്ങയും മുളക് പൊടിയും കൂടി ഇട്ടിട്ടുള്ള ഇതാണ്. ഒന്ന് നല്ലപോലെ ഇളക്കിയെടുത്ത് അത് മാറ്റാം. എന്നിട്ട് നമുക്ക് മീനും ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാനൊരു 2-3 മീനെടുത്ത് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പൊരിക്കാൻ. കുറച്ച് കറിവേപ്പിലോട്ട് ഇട്ടിട്ട് ഈ മീനെല്ലാം കൂടി ഇതിനകത്തോട്ട് പരത്തി വയ്ക്കാം. എന്നിട്ട് അതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. ചോറ്, മീൻ പൊരിച്ചത്, മീൻ കറിയും മരിച്ചിനിയും ഉണ്ട്. എല്ലാവരും കഴിച്ചായിരുന്നു. അപ്പം ഞാനും കൂടി കഴിക്കാതിരിക്കുക. അപ്പം എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പലരും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ അങ്ങ് പോകും കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനിയും വീഡിയോ മുമ്പോട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ഞാനിടുന്ന വീഡിയോസ് എല്ലാം കാണുന്നവർ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. പിന്നെ ഇത് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണേ. എനിക്ക് ഇനി മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ സഹായം ആവശ്യമാണ്. അപ്പോൾ ഞാനും ചോറുണ്ണായി ഇരുന്നേ. ഞാനിത് ഉച്ചവരെ എടുക്കുന്നുള്ളൂ. ചോറും മരിച്ചിനിയും മീനും പിന്നെ പുളിഞ്ചിക്ക് അച്ചാറും ഉണ്ട്. അതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഇട്ടുകൊണ്ട് തന്നതാണേ. നല്ല അച്ചാറായിരുന്നു. അതും കൂടി കൂട്ടി ഞാൻ ചോറൊക്കെ ഉണ്ട്. പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ച് ഞാനും ഒന്ന് ഒരു 5 മിനിറ്റ് കിടന്നതിന് ശേഷമേ ബാക്കി കാര്യങ്ങളിലോട്ട് പോകും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വേറൊരു ദിവസം വേറൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.